ഞങ്ങൾ മൂന്നാർ പോയിട്ട് ഇരവിക്കുളം നാഷണൽ പാർക്കിൽ പോകാതെ പോകുമെന്ന് നിങ്ങളാരും വിചാരിക്കത്തില്ലല്ലോ. കാരണം എനിക്ക് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇതിന് മുന്നേ നമ്മൾ സൈലൻറ്റ് വാലിയിൽ പോയിട്ട് ട്രക്കിംഗ് ചെയ്തു. ഇരവിക്കുളം നാഷണൽ പാർക്കിൽ നോർമലി സഫാരിയാണുള്ളത് കേട്ടോ. പക്ഷേ ഫെബ്രുവരി 1 മുതൽ ഏപ്രിൽ 1 വരെ ഇവിടെ ഫോറസ്റ്റ് ട്രക്കിംഗ് ഉണ്ട്. അടുത്ത ട്രക്കിംഗ് ഇരവിക്കുളം നാഷണൽ പാർക്ക് ആനമുടി കാണാൻ പോവാണ്. ഫെബ്രുവരി 1 മുതൽ ഏപ്രിൽ 1 വരെ മാത്രമാണ് ഇരവിക്കുളം നാഷണൽ പാർക്കിൽ കാട്ടിൻ്റെ ഉള്ളിലൂടെ ട്രക്കിംഗ് അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സിലെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് നടന്ന് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് തന്നെ ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. വരയാടിൻ്റെ, അതായത് നമ്മുടെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയ നീലഗിരി താർ വരയാടിൻ്റെ ബ്രീഡിംഗ് ടൈം ആയതുകൊണ്ടാണ് ഈ 2 മാസം ഇവർ സഫാരി ഇല്ലാണ്ട് ഫോറസ്റ്റ് ട്രക്കിംഗ് മാത്രം അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 2 മാസം നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാട്ടിക്കൂടെയൊക്കെ പോയിട്ട് നമുക്ക് വരയാടിനെയൊക്കെ കാണാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ പുലിനെയും കാണാം. ഞങ്ങൾ പോരുമ്പോൾ നമ്മുടെ കൂടെ 2 ഗൈഡിനെയാണ് വിട്ടത് കേട്ടോ. ഗണേശൻ ചേട്ടനും മണികണ്ഠൻ ചേട്ടനും. പിന്നെ നമ്മുടെ കൂടെ 2 ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 6 പേരും കൂടെയാണ് ഈ കാടിൻ്റെ ഉള്ളിലൂടെ പോയത്. ഏകദേശം 3 കിലോമീറ്ററാണ് നമുക്ക് നടന്ന് പോകേണ്ടത്. നടന്ന് ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ നമുക്കൊരു വാട്ടർഫോൾ കാണാൻ പറ്റും. പിന്നെ കേരളത്തിൻ്റെ ഹയസ്റ്റ് പീക്കായ ആനമുടി ഹിൽസും കാണാൻ പറ്റും. അപ്പോൾ ഒരു സൈഡിൽ ഫോറസ്റ്റ്, ഒരു സൈഡിൽ ടാറ്റയുടെ എസ്റ്റേറ്റ്, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഒരാഴ്ച മുന്നേ ഇവരിവിടെ നമ്മുടെ ഈ കരിമ്പുലിയില്ലേ, അതിനെ കണ്ടായിരുന്നു ഈ ടാറ്റയുടെ എസ്റ്റേറ്റിൻ്റെ ഇടയിൽ. അതുകൊണ്ട് തന്നെ വരയാടുകളൊക്കെ പേടിച്ച് വരച്ച് ഉള്ളിൽ പതുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് വരയാടിനെ കാണാൻ പറ്റുമോ എന്ന് തന്നെ നമുക്ക് ഡൗട്ടാണ്. എന്തായാലും കരിമ്പുലിനെ കാണാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയും ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. കരിമ്പുലിൻ്റെ ഫോട്ടോ ഒക്കെ ഈ ചേട്ടൻ നമുക്ക് കാണിച്ചു തന്നായിരുന്നു കേട്ടോ. എന്നാലും ഭയങ്കര ലക്കിയല്ലേ പുള്ളി ആ കരിമ്പുലിനെ കണ്ടത്. അങ്ങനെ റെയറായിട്ട് കാണുന്ന ഒരു ആളാണ് ഈ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്നത്. വളരെ ഷൈ ആയിട്ടുള്ളൊരു ആനിമലാണ്. അതുകൊണ്ട് തന്നെ വളരെ റെയറായിട്ടേ അത് പുറത്തേക്ക് വരാറുള്ളൂ. അതിനൊക്കെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. നമ്മുടെ നോർമൽ കടുവയും പുലിയൊക്കെ ആണെങ്കിൽ വന്ന് അറ്റാക്കൊക്കെ ചെയ്യും. പക്ഷേ ഈ ബ്ലാക്ക് പാന്തർ അങ്ങനെ പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ഉള്ളിലൂടെ നടക്കുമ്പോഴും മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം. ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്താനും എസ്റ്റേറ്റിലേക്കുള്ള വെള്ളം കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള കനാൽസ്, പിന്നെ ഇവിടെ മാൻമെയ്ഡ് ആയിട്ടുള്ള ബ്രിഡ്ജസ്. കേരളത്തിലെ ഫസ്റ്റ് നാഷണൽ പാർക്കാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ നീലഗിരി താറും പിന്നെ നീലക്കുറിഞ്ഞിയും. നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് ഇനി അടുത്തത് 2030 പൂക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്തായാലും ഇത്രയും സമാധാനത്തോടു കൂടി ഇവിടെ വന്ന് ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ആൾ വളരെ കുറവാണ്. ഒന്നാമത് മൂന്നാർ നല്ല ചൂടായിരുന്നു, എബൌട്ട് 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. നമ്മളാണെങ്കിൽ തണുപ്പാണെന്നൊക്കെ വിചാരിച്ച് വിൻ്റർ വെയർ ഒക്കെ ഇട്ട് വന്നതുകൊണ്ട് ഈ കൊടുങ്കാട്ടി കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ചൂടെടുത്ത് വെച്ച് മരിക്കുമായിരുന്നു. കൂടെ വന്ന ആ ഫോറിൻ കപ്പിളിന് 60 എബോവ് ഏജ് ഉണ്ട്. എന്നാൽ അവർ നമ്മളെക്കാട്ടിലും നല്ല ഹെൽത്തി കണ്ടീഷനിലാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ 60 വയസ്സിന് മേലെയുള്ളവരൊക്കെ ഇത്തരം ട്രക്കിംഗ് ഒന്നും അങ്ങനെ പോകാറില്ലല്ലോ. ഇവരെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം കൂടി. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റും. കൂടെ വന്ന ആ 2 ഗൈഡ് ചേട്ടന്മാർ സൂപ്പറാണ് കേട്ടോ. അവർ നമുക്ക് പേരയ്ക്കൊക്കെ പറിച്ച് തന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കഴിച്ച് നോക്കി. കുഴപ്പമൊന്നുമില്ല, സേഫാണ്. പിന്നെ ഈ അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചു. പക്ഷേ സൈലൻറ്റ് വാലി പോലെ ഒരു കൊടുങ്കാടായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ചൂട് ഭയങ്കര കൂടുതലായതുകൊണ്ട് ട്രെക്കിങ്ങിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. സൈലൻറ്റ് വാലി റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് ട്രെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ബുദ്ധിമുട്ടൊന്നും അറിയത്തില്ല. നടന്ന് താഴെ എത്തിക്കഴിഞ്ഞാൽ കാലൊക്കെ നീരടിച്ചതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. മഞ്ഞുള്ള ടൈമിലാണെങ്കിൽ ട്രെക്കിംഗ് പോസിബിളും അല്ല. ബിക്കോസ് ഈ വരയാടിൻ്റെ ബ്രീഡിംഗ് ടൈമിൽ മാത്രമേ നമുക്ക് ട്രെക്കിംഗ് അലൗഡ് ആയിട്ടുള്ളൂ. എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ്, ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്തെങ്കിലും പ്ലാൻ ചെയ്തുകൂടെ, എന്തിനാ എപ്പോഴും കാടും മലയൊക്കെ പോകുന്നതെന്ന്. കാടും മലയും ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ നാഷണൽ പാർക്സൊക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് അറിവുകൾ സമ്പാദിക്കാനും നമ്മുടെ നാട്ടിലെ കുറേ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ എൻവയൺമെൻറ്റലിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും റിസർച്ചേഴ്സും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും മാത്രമല്ല, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പുലിയുടെ നഖത്തിൻ്റെ പാട് അത് ആ മരത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോഴും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യാമല്ലോ. എനിക്കത് ഈ കാട് കാണുമ്പോഴാണ് തോന്നുന്നത്. എന്താണെന്നറിയത്തില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ചിലർക്ക് ദുബായ് കാണുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഓസ്ട്രേലിയ പോകുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫോറിൻ ട്രിപ്സൊക്കെ ഇഷ്ടമായിരിക്കും. എനിക്ക് കാട്ടിൽ പോകുന്നതാണ് ഇഷ്ടം.
കാട്ടിൻ്റെ അകത്തൂടെയും പുറത്തൂടെ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് പുള്ളി നമ്മളെ കൊണ്ടുപോകും, പിന്നെ ഇടയ്ക്കൊന്ന് എക്സിറ്റ് ആവും, പിന്നെ ഈ എസ്റ്റേറ്റിൻ്റെ ഒരു ബൗണ്ടറി കാണുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഇതിൻ്റെ അങ്ങേ സൈഡ്, അപ്പുറത്തെ സൈഡ് തമിഴ്നാടായിരിക്കും. അപ്പോൾ ഈ വെസ്റ്റേൺ ഗട്ട്സിൽ ഈ ഇതിൻ്റെ ഇടയിൽ അങ്ങ് കൂർത്ത് കാണുന്നത് ആനമുടി ഹിൽസ് ആണ്. അപ്പോൾ ആ മിഡിലായിട്ട് കാണുന്നതാണ് ആനമുടി ഹിൽസ്. കേരളത്തിൻ്റെ ഹയസ്റ്റ് പീക്കാണ് ആനമുടി. നമ്മളിവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയൊന്നുമല്ല. കൂടെ വന്ന ഫോറിനേഴ്സിന് ഈ മൂന്നാറിൻ്റെ ഈ ടീ എസ്റ്റേറ്റിൻ്റെ ഭംഗി എത്ര ഫോട്ടോ എടുത്തിട്ട് അവർക്ക് മതിയാവുന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെ വന്ന മറ്റേ ഗൈഡ് ചേട്ടന്മാർ വരയാടിനെ അന്വേഷിക്കുകയാണ്. ഈ പാറക്കെട്ടുകളിലൊക്കെ വരയാട് ഇങ്ങനെ ഒളിച്ച് നിൽക്കും. അപ്പോൾ അതിനൊന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളെ കാണിച്ചു തരാൻ. എൻഡേഞ്ചർഡ് സ്പീഷീസ് അല്ലേ. ഇടയ്ക്ക് നമ്മൾ പോകുന്ന വഴിയിൽ ഈ പുലി നടന്ന് കയറിയൊരു പാടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ട്രെക്കിങ്ങിന് വന്നപ്പോൾ ഇവരത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നത്. കാരണം ആ പുലി നടന്നു പോയ ആ ഒരു ഡിപ്പ് കണ്ടോ, അത് ആ പുലി നടന്ന് കയറിയതാണ്. അപ്പോൾ ഇനി പുലി എങ്ങാനും കാട്ടിലുണ്ടോ, നമ്മളെ കൊണ്ടുപോകുമല്ലേ. അപ്പോൾ കുറച്ച് പുള്ളി അലേർട്ടായിട്ടിരിക്കുമായിരുന്നു. പുലി ആ വഴി അങ്ങ് കയറിപ്പോയി എന്നാണ് അവർ പറയുന്നത്. എനിവേ, നമ്മൾ പുലിയെ കണ്ടില്ല. പക്ഷെ നമ്മൾ ലാസ്റ്റ് വരയാടിനെ കണ്ടു കേട്ടോ. അതായിരുന്നു ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, സർപ്രൈസ്. ബിക്കോസ് വരയാടിനെ കാണില്ല എന്നുള്ള ഒരു മൊമെൻറ്റിൽ നമ്മൾ എത്തിയായിരുന്നു. കാരണം വരയാടിൻ്റെ ഒരു സൈനും ഇല്ല. കാരണം ഇവിടെ പുലി ഇറങ്ങിയ ടൈം ആയതുകൊണ്ട് വരയാട് വരുന്നേ ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് ലാസ്റ്റ് ഒരു വരയാടിനെ കാണാൻ പറ്റി. വാട്ടർഫോളാണ് നമ്മുടെ ഫോറസ്റ്റിലെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ. ഇതിൻ്റെ ഏറ്റവും മേളിൽ കാണുന്നതാണ് ആനമുടി ഹിൽസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണത്തില്ല, നമ്മൾ ദൂരെ നോക്കുമ്പോഴേ ആനമുടി ഹിൽസ് കാണാൻ പറ്റത്തുള്ളൂ. അവസാനം ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെ പോയി വാച്ച് ടവർ കയറുന്നതിന് തൊട്ട് മുന്നേട്ട് ഇതേ വരയാടിനെ കണ്ടു. ദൂരെ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ, സി യു, ടേക്ക് കെയർ. പിന്നെ മറക്കണ്ട, ഏപ്രിൽ 1 വരെ നിങ്ങൾക്ക് ഫോറസ്റ്റ് ട്രെക്കിംഗ് ഉള്ളൂ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സി യു.